അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ നാസർമാനുമാണ്. വലിയൊരു സങ്കടത്തോടുള്ളൊരു വാർത്തയാണ് പറയുന്നത്. എൻ്റെ നാട്ടിൽ എൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിലെ പാറമ്മൽ സ്കൂളിൽ പറഞ്ഞ സ്കൂളിലെ അധ്യാപകരൊക്കെ പാടൊരു ടൂറ് പോയതായിരുന്നു. വാൽപ്പാറയിൽ വെച്ചിട്ടൊരു അപകടം സംഭവിച്ച് ഏകദേശം 9 ആൾ മരിച്ചിരിക്കണം. അവർ 14 ആളുണ്ടായിരുന്നു. അതിൽ 4 ആൾക്കാർ ഇപ്പോൾ ഹോസ്പിറ്റലുണ്ട്. അതിൽ ഏറ്റവും സങ്കടമായിട്ട് ഹെഡ് മാസ്റ്റർ അജിത ടീച്ചറും മജീദ് മാഷ് പറഞ്ഞിട്ട് കണ്ണ് കാണാത്തൊരു മാഷുണ്ട്. പാവപ്പെട്ട കുട്ടികളെ മുഴുവനും അവർ സ്വന്തം മക്കളെ മാതിരി കൊണ്ടെടുക്കല്. എൻ്റെ വീട്ടിൽ പല കുട്ടികളെ ടൂർ കൊണ്ടുപോകുന്ന ആവശ്യങ്ങൾക്കൊക്കെ പാവപ്പെട്ട കുടുംബങ്ങൾ സാമ്പത്തികം ഇല്ലെങ്കിൽ അവരെൻ്റെ വീട്ടിൽ വന്നിട്ട് വിഷയം പറയും, ഞാനത് സഹായിക്കും. എല്ലാ ടീച്ചേഴ്സും റംല ടീച്ചറൊക്കെ വീട്ടിൽ വന്ന് എന്തൊരു ഒരുമയും സ്വന്തം മക്കളെ പോറ്റുന്ന മാതിരിയാണ് അവർ സ്കൂളിലെ മക്കളെ പോറ്റുന്നത്. അത്രയും നല്ല അധ്യാപകരെയും ആ നല്ല മനസ്സുള്ള ടീച്ചേഴ്സിനെയാണ് പടച്ചമ്പരം കൊണ്ടുപോയത്. ഈ കണ്ണാണാത്ത മജീദ് മാഷ് പറഞ്ഞ ആ പാവ മനുഷ്യന് ഒരു 15 കൊല്ലം മുന്നേ അദ്ദേഹത്തിന് പഠിക്കുന്നതിന് ആവശ്യമായിട്ട് ഒരു ലാപ്ടോപ്പ് പഠിച്ചു വെച്ചത് സുറൂറും ഞങ്ങളെ നിഹാലിന്റെ ഉപ്പ കുഞ്ഞുട്ടിയും കൂടി എൻ്റെ അടുത്ത് വന്നിരുന്നു. മാനു സാഹിബ് ഒരു ലാപ്ടോപ്പ് പഠിച്ചു കൊടുക്കണേ മജീദ് മാഷ് പറയും കണ്ണ് കാണാത്തൊരു പാവ മനുഷ്യനാണ്, നല്ല പഠിക്കാൻ മിടുക്കനാണ്, അതൊന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന. ഞാൻ ആ ലാപ്ടോപ്പ് ആയിട്ട് ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് അന്ന് ഞങ്ങൾ തമ്മിലുള്ള ഒരു കൂടപ്പറപ്പായിട്ട് പിന്നെ പരിചയം. ആ നന്ദി എന്നുണ്ട്. കാരണം ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ കാശില്ലെങ്കിൽ മാഷെ ഞാൻ തരൂട്ടാ, എത്ര കുട്ടികളെ വേണമെങ്കിലും നിങ്ങൾ ഏൽക്കണം. എന്നിട്ട് അദ്ദേഹം ആ കുട്ടികളെ പേര് എൻ്റെ വീട്ടിൽ വന്നിട്ട് തന്നുകൊണ്ട് ആ കാശ് പഠിച്ചുകൊണ്ട് പോലെ ഞങ്ങൾ പൊള്ളാച്ചിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും നിങ്ങളെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക, അങ്ങനത്തെ ദുരന്തം വരാതിരിക്കട്ടെ. കാരണം അത്രയും നല്ല മാഷന്മാർ ടീച്ചേഴ്സ് ചെയ്യുന്നു. ആ ഹെഡ് മിസ്റ്ററൊക്കെ അജിത ടീച്ചറൊക്കെ എന്തോ ഒരു സ്വഭാവത്തിലെ പെരുമാറുക. ആ റംല ടീച്ചറും എല്ലാ മാഷന്മാരും ഒരാളില്ലാതെ ഒരു തമ്മിൽ ഒരു കൂടപ്പറപ്പുള്ള മാതിരിയാണ് അവർ ആ സ്കൂളിലെ മൊത്തം ടീച്ചേഴ്സ്. അതാണ് അവർ ഒരുമിച്ച് ഒരു ടൂറ് പോയാലും അവരാ സന്തോഷം, അവരാ സ്നേഹത്തോടുള്ള ബന്ധങ്ങൾ അവിടുത്തെ സ്കൂളിലെ കുട്ടികൾക്ക് മറക്കാൻ കഴിയില്ല. ആ മക്കളെ രക്ഷിതാക്കൾ നോക്കണേക്കാട്ടി സ്നേഹത്തോടെയാണ് പഠിപ്പിച്ചിരുന്നതും സ്നേഹിച്ചിരുന്നതും. അവർക്കൊരു വിഷമം വരുമ്പോൾ ഒത്തൊരുമിച്ച് പിടിച്ച് അതിന് വാർഷികമൊക്കെ എത്ര സന്തോഷത്തോടെ ഞാൻ പറഞ്ഞ കുറച്ച് പാവപ്പെട്ട രോഗികൾക്ക് സഹായം കൊടുക്കാൻ നമ്മൾ ഈ വാർഷികത്തോടനുബന്ധിച്ച് തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു തയ്യാറായിട്ടുള്ള അങ്ങനത്തെ സ്നേഹമുള്ള ടീച്ചേഴ്സ് ചെയ്യുന്നു. വല്ലാത്ത ദുരന്തമായി ഇങ്ങനത്തെ ഒരു ദുരന്തം നമ്മളെ നാട്ടിലൊന്നും ഇനി വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളിവിടെ ചാവിടിച്ചാൽ നിർത്തിയതാണ്. ഇവിടേക്ക് പൊള്ളാച്ചിക്ക് എത്താറായിരിക്കണം. ഞങ്ങളെ കൂടെ നമ്മളെ പൊന്മള പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും ഞങ്ങളെ ബ്ലോക്ക് മെമ്പർ മാമുട്ടിയാക്കി, ഞങ്ങളെ KC കുഞ്ഞുട്ടിയാക്കി, ഞങ്ങളെ ഷാജിയുണ്ട്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളിപ്പോൾ പ്രാർത്ഥന ഉൾപ്പെടുത്താൻ ഏതായാലും ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഇവരൊക്കെ അറിയിക്കാം. സ്നേഹത്തോടെ നാസർമാൻ.